ഈ കിണറിനോട് ചേർന്നിട്ട് ഒരു കരിമ്പുണ്ടായി നിൽക്കണമൊക്കെ ഏതെങ്കിൽ അവരുണ്ടാക്കിയതാണോ അതോ തന്നെ എന്തായാലും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കുകയാണ് കേട്ടോ. പിന്നെ എന്താ രണ്ടുപേരും അവിടെയൊക്കെ തൊഴിൽ കഴിഞ്ഞിട്ട് നടന്നു വരുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ അകത്തൊക്കെ തൊഴുതു. ഇനി അമ്പലത്തിന് ചുറ്റും വലം വെച്ച് തൊഴുകയാണ് കേട്ടോ. അപ്പോൾ സേമോളുടെ പാവാട കുഞ്ഞ് പാവാടയായിരിക്കണം, വാങ്ങിയിട്ട് അധികമായിട്ടില്ല. അവൾ നീളം വെക്കുന്നുണ്ട് തോന്നുന്നു. വലം വെക്കുന്നതിൻ്റെ ഇടയിൽ കണ്ടതാണ് കേട്ടോ. അത് മതിലിൻ്റെ അടിഭാഗം ഇങ്ങനെ പൊട്ടിപ്പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വെള്ളം ഒലിച്ച് പോയിട്ട് അങ്ങനെ ആയിട്ടുള്ളത് തോന്നുന്നു. പിന്നെ ഒരു കുങ്കുമത്തിൻ്റെ മരം ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അതുമ്പോൾ ഇങ്ങനെ തൊട്ടിയൊക്കെ അവർ കെട്ടിയിട്ടുണ്ട്, വഴിപാടായിട്ട് കെട്ടണ തോന്നുന്നു. ചിരിച്ച ഈ അമ്പലത്തിൻ്റെ ചുറ്റും ഇങ്ങനെ കുങ്കുമത്തിൻ്റെ മരം അതുപോലെ ആല് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അത് അവർ ഒരു സൈഡിൽ ഇങ്ങനെ കുറേ ചെടികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ചെടിച്ചട്ടിയൊക്കെ ഇരിക്കുന്നത് കാണാണ്ട് കുറച്ച് ചെടിയുണ്ട് കേട്ടോ. തൊഴിലൊക്കെ കഴിഞ്ഞിട്ട് ഏട്ടാ അതാ ഷർട്ട് ഇട്ടിട്ട് പോകാൻ റെഡി ആവുന്നുണ്ട് കേട്ടോ. അമ്പലത്തേക്ക് ഞാനും സേമോളും ഏട്ടനും കൂടിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ആരിനും ദേവട്ടും വന്നില്ല. അവർ നല്ല ഉറക്കമായിരുന്നു. വിളിച്ചപ്പോൾ അവരില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങനെ അവരേനെ അവിടെ ആക്കിയിട്ട് പോരുകയാണ് കേട്ടോ ചെയ്തത്. പിന്നെ അതേ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ അമ്പലത്തിൻ്റെ ചുറ്റും വലിയൊരു ഗ്രൗണ്ടാണ് കേട്ടോ. അവിടെ സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഏതോ ഒരു മമ്മൂട്ടിയുടെ ഫിലിം, എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഞങ്ങളിതാ വീട്ടിലെത്തിയിട്ട് ഡോർമ തട്ടി വെക്കുകയാണോ, എണീറ്റിട്ടുണ്ടോ എന്താണെന്ന് അറിയണ്ടേ. അപ്പോൾ അതേ രണ്ടാളും എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ് കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞിട്ട് രണ്ടാളും ടി വി വയ്ക്കാനുള്ള പരിപാടിയിലായിരുന്നു. അപ്പോഴേക്കാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. പിന്നെ ഞങ്ങൾ വരുമ്പോൾ ചപ്പാത്തി വാങ്ങിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഞാൻ കാലത്ത് ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗോതമ്പ് പൊടി എടുത്തപ്പോൾ അതിൻ്റെ ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വരുമ്പോൾ ചപ്പാത്തി വാങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ അത് എല്ലാവരും കൂടി ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ചപ്പാത്തിയുടെ കൂടെ ഞാൻ പിന്നെ ഇന്നലെ തലേ ദിവസം ഞാൻ വൈകിട്ട് ഉള്ളിക്കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൂട്ടിയിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. അവന് ഞാൻ എന്തിനാ ഉള്ളി ഇട്ട് കൊടുത്ത് ആ ഉള്ളി ഇട്ടിട്ടേട്ടാ. ചായ കുടിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് ഏട്ടൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് പോകാനുണ്ടായിരുന്നു കേട്ടോ. ആളെന്തോ സാധനം കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊണ്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. പോണേൻ്റെ ഇടയിൽ ഇതാ ഏട്ടൻ്റെ മടിയിൽ കിടത്തിയിട്ട് കൊഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അനിയത്തി. അപ്പോൾ അവൻ അതിൻ്റെ ഇടയിൽ കൂടെ അവളുടെ മുടിയൊക്കെ ഒന്ന് പിടിച്ച് വലിച്ചു നോക്കുന്നുണ്ട്. നല്ലപോലെ ഇരിക്കുകയാണെന്ന് വെച്ചെങ്കിൽ നല്ല സ്നേഹത്തിൽ അങ്ങനെ ഇരിക്കും. പിന്നെ അതിൻ്റെ ഇടയിൽ വല്ല ഏഷണിക്കും നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവൾക്കും ദേഷ്യം വരും കേട്ടോ. അപ്പോൾ അവളുടെ അടുത്ത് നിന്ന് നല്ല മേട്ടം കിട്ടും അവന്. ഇപ്പം എന്തോ നല്ല സ്വഭാവം ആയതുകൊണ്ട് അവനെ ഇങ്ങനെ കൊഞ്ചിക്കുന്നുണ്ട്.